ഇനി ഫീമെയിൽസിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സർജറിയാണ് ടമ്മി ടക്ക്, അബ്ഡോമിനോപ്ലാസ്റ്റി അല്ലേ. പുറത്ത് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ലൈപ്പോസക്ഷനാണ് കൂടുതൽ കോമൺ. പക്ഷേ നമ്മുടെ നാട്ടിൽ കുറേ കൂടി പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമ്മുടെ സ്ത്രീകളുടെ പ്രീ പ്രഗ്നൻസി ഷേപ്പ് അവർക്ക് കിട്ടില്ല അല്ലേ. ഒരു ഡെലിവറി കഴിഞ്ഞാൽ അവർ വയറ് വീർക്കുന്നു ചുരുങ്ങുന്നു. കുറേ ജെനറ്റിക്സുമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ലേഡീസ് കുറച്ചും കൂടി അവർ ബോഡി ഹാബിറ്റസ് ഡിഫറെൻ്റ് ആണ്. 2-3 ഡെലിവറീസ് കഴിഞ്ഞാൽ പോലും അവർക്ക് അത്രയും ആ ഒരു വലിയ ചേഞ്ചസ് ഉണ്ടാവില്ല. ദാറ്റ് ഇസ് ജെനറ്റിക്സ്. ഓരോ ഏരിയ അനുസരിച്ചിരിക്കും. അപ്പം നമ്മുടെ നാട്ടിൽ വെച്ചാൽ ഒരുപാട് ബോഡി ചേഞ്ചസ് ഫീമെയിൽസ് ഉണ്ടാവും. പ്രഗ്നൻസി കഴിഞ്ഞാൽ വയറ് ഒരുപാട് അവരുടെ സ്കിന്ന് ക്വാളിറ്റി മോശവും, വയറ് സാഗിയും, ആ ഫാറ്റ് കുറേ ഡെപ്പോസിഷനാവും. ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റിന് വലിപ്പം കൂടും. ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞാൽ ബ്രസ്റ്റിന് സൈസ് കുറയും, ബ്രസ്റ്റ് സാഗും ചെയ്യും. അപ്പം അങ്ങനത്തെ സ്ത്രീകൾക്കൊക്കെ നമുക്ക് ത്രൂ പ്ലാസ്റ്റിക്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ലൈപ്പോസക്ഷൻ ചെയ്യാം. ടമ്മി ടക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വയറിൻ്റെ പഴയ ഷേപ്പ് നമുക്ക് നൽകി കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് ടമ്മി ടക്കും ലൈപ്പോയൊക്കെ? അപ്പോൾ ലൈപ്പോസക്ഷൻ നമ്മൾ ചെറിയ കീ ഹോൾ പോർട്സിലൂടെ നമ്മൾ ചില സ്പെസിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ ആ ബോഡിയിലെ ഫാറ്റ് സക്ക് ചെയ്ത് വലിച്ചു കളയാണ് ലൈപ്പോസക്ഷൻ സർജറി പറയുന്നത്. അത് ഭയങ്കര മേജർ സർജറി അല്ല. ടമ്മി ടക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു പോസ്റ്റ് ഡെലിവറി സ്ത്രീ ആണെങ്കിൽ അവർക്ക് ഫാറ്റ് മാത്രമല്ല അവരുടെ ഇഷ്യൂ, അവർക്ക് സ്കിൻ ക്വാളിറ്റി മോശമാണ്. സ്കിൻ സാഗ് ചെയ്തു, ആ വയർ എക്സ്പാൻഡ് ചെയ്ത് ചുരുങ്ങുന്ന ഭാഗമായിട്ട് അവരുടെ സ്കിന്നിൻ്റെ ടോൺ നഷ്ടപ്പെട്ടു, മസിലിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു. ഇതെല്ലാം നമുക്കൊരു ഓപ്പൺ സർജറിയാണ്. നമുക്ക് ആ എക്സസ് സ്കിന്ന് ലൈപ്പോസക്ഷൻ ചെയ്ത് സ്കിന്നിൻ്റെ വണ്ണം കുറച്ച് മസിൽ ടൈറ്റൻ ചെയ്ത് എക്സസ് സ്കിന്ന് റിമൂവ് ചെയ്യുന്ന സർജറിക്കാണ് നമ്മൾ ടമ്മി ടക്ക് എന്ന് പറയുന്നത്. ഇവിടെ തൊട്ട് ഇവിടെ സ്കാർ ഉണ്ടാകും. ബട്ട് ആഫ്റ്റർ ദ സർജറി ആ ഒരു പ്രീ പ്രഗ്നൻസി ഷേപ്പ് അവർക്ക് കിട്ടും. പിന്നെ വീണ്ടും അത് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടോ? സാധ്യതകളുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വരുവാണെങ്കിൽ ഞാൻ ചോദിക്കും നിങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഒരു ഫാമിലി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ സെക്കൻഡ് ചോദ്യം ചോദിക്കും നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആണോ അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ ചിലവർ പറയും ഞാൻ എക്സസൈസ് ചെയ്യാറില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് സർജറി ഞാൻ അഡ്വൈസ് ചെയ്യില്ല. ഞാൻ പറയും പ്ലീസ് ഡയറ്റ് കൺട്രോൾ ചെയ്യൂ, ബി ഫിസിക്കലി ആക്റ്റീവ്. നിങ്ങൾ ഇതുപോലത്തെ സർജറി നിങ്ങൾ ചെയ്യാൻ പോവുകയാണ്, ഇതൊരു വൺ ഷോട്ടാണ് അല്ലേ. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ റിസൾട്ട്സ് ലൈഫ് ലോങ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ സർജറിക്ക് മുന്നേ നിങ്ങളുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണെങ്കിൽ സർജറി കഴിഞ്ഞാൽ അതേ ആൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലേ. അതിന് മുന്നേ ഡയറ്റ് നോക്കാത്ത, സ്വന്തം ബോഡി പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരാൾ സർജറി കഴിഞ്ഞ് നമ്മൾ ഷേപ്പ് നൽകി, അതേ ആൾ വ്യായാമം ചെയ്യാണ്ട് വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഷീ ക്യാൻ ഗെയിൻ ഫാറ്റ്, അവർ വീണ്ടും വണ്ണം വയ്ക്കാം. അപ്പോൾ